ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ. അപ്പോൾ ഇന്ന് കൽപ്പാത്തി തേരിലെ മൂന്നാമത്തെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ എണീച്ചു, ചായയൊക്കെ കുടിക്കുകയാണ്. ഇങ്ങനെ 3 ദിവസവും മഞ്ഞത്തൊക്കെ എണീച്ചിട്ടാ തോന്നുന്നു തൊണ്ടയൊക്കെ നല്ല വേദന ഉണ്ട്. സോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സൗണ്ടിനോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ വെള്ളം ഇറക്കുമൊക്കെ, കാരണം തൊണ്ട നല്ല പെയിൻ ഉണ്ട് കേട്ടോ ഇപ്പോഴും. അങ്ങനെ നമ്മുടെ റോക്കിക്ക് ഉണ്ടല്ലോ ഈ ഒരു ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടക്കാൻ പോകുന്നവരെയൊക്കെ നോക്കിയിരിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ. കുറേ പേരിങ്ങനെ നടക്കാൻ വേണ്ടി പോകും. അവന് വായ്നോട്ടം കുറച്ച് കൂടുതലാണ്. പിന്നെ ഇത് നമ്മുടെ തൊട്ട വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ പുല്ലൊക്കെ ചെത്താൻ വന്നിട്ട് അവിടെയൊക്കെ പുല്ലായിരുന്നു. അതൊക്കെ എല്ലാവിടെയും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കുളിച്ച് നേരെ റെഡി ആയിട്ട് കൽപ്പാത്തിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 8-8:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാനും അഖിലേട്ടനും കൂടെ എൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ പോയത്. ഞാൻ ഈ ഒരു ധാവണിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. ഇത്തവണ കുറേ പേര് വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ഞാനും ഒട്ടും കുറച്ചിട്ടൊന്നും ഇല്ല. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഗ്രാമം. എൻ്റെ ഗ്രാമത്തിലത്തെ തേരുകളാണ് ഇവിടെ നിൽക്കുന്നത് കണ്ടോ. ആ തേരിൻ്റെ രഥോത്സവമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കാറ്. ഇത് അടുത്ത ഗ്രാമമാണ്. ഇവിടെയും രഥോത്സവം നടക്കാറുണ്ട്. പക്ഷേ ഇതും അങ്ങനെ ഒന്നും ഫേമസ് അല്ല. കുഞ്ഞു ഗ്രാമങ്ങളാണ്. കൽപ്പാത്തിയുടെ ചുറ്റുമുള്ള ചെറിയ 2 ഗ്രാമങ്ങളാണ്. ഇത് കഴിഞ്ഞതും നമ്മൾ നെക്സ്റ്റ് കൽപ്പാത്തിയുടെ ആദ്യത്തെ തേര് നടക്കുന്ന സ്ഥലത്ത് എത്തുക കേട്ടോ. മന്തക്കര 2ാം ദിവസത്തെ തേര് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് അവിടെ ഞങ്ങൾ എത്തി. അത്യാവശ്യം തന്നെ കുറച്ച് തിരക്കൊക്കെ ഇങ്ങനെ തുടങ്ങിയിരുന്നു. കുറേയധികം മീഡിയക്കാരുണ്ടായിരുന്നു. ഇത് ഏതോ 24 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെ വെറുതെ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്ന് ഞങ്ങൾ നേരെ ചാത്തപ്പുരം ഗ്രാമത്തോട്ടാണ് പോയത്. പഴയ കൽപ്പാത്തിയിലും ചാത്തപ്പുരം ഗ്രാമത്തുമാണ് 3ാം ദിവസം തേരുണ്ടാവുക കേട്ടോ. അപ്പം ഞങ്ങൾ ചാത്തപ്പുരത്തോട്ടാണ് പോയത്. പിന്നെ അവിടെ ഈ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കുറേയധികം മീഡിയക്കാർ വന്നിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ ഒരാളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പേര് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അവർ കുറേ പേര് അറിയുന്നവരിങ്ങനെ വ്ളോഗേഴ്സും അങ്ങനെ ഇത്തവണ കുറേയധികം ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. കാരണം അത്രയധികം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ടത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തുനിന്നും കുറേയധികം സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിരുന്നു കേട്ടോ. സോ അങ്ങനെ നമ്മൾ നേരെ ചാത്തപ്പുരം ഗ്രാമത്തിലോട്ട്. അവിടെ ആകുമ്പോൾ തിരക്കുണ്ടാവില്ല. എല്ലാ കൊല്ലം ഒരു തേരെങ്കിലും കുറച്ച് നേരം വലിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിപ്പോൾ എൻ്റെ ഗ്രാമമൊന്നും അല്ല കേട്ടോ. കുറേ പേര് ഞാൻ കൽപ്പാത്തി അല്ല, കൽപ്പാത്തിയുടെ എൻ്റെ വീഡിയോൻ്റെ മുന്നിൽ കാണിച്ചല്ലോ അതോ. പക്ഷേ എന്നാലും നമുക്ക് ആർക്ക് വേണമെങ്കിലും വലിക്കാം കേട്ടോ. കാരണം ദൈവത്തിന് നീ ഇവിടുത്തെ എല്ലാം പൊക്കോ വലിക്കണ്ട അങ്ങനെയൊന്നും പറയില്ലല്ലോ ദൈവം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടാണ് ചാത്തപ്പുരത്ത് എത്തിയത്. കാരണം അവിടെ അധികം തിരക്കുണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ അവിടെയും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിരുന്നു. സോ അവരെൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ചധികം ലേറ്റായിട്ടോ ഇത്തവണ. പൊതുവേ ലേറ്റായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. മേ ബി രാഹുകാലം അങ്ങനെയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ലേറ്റായി രഥം എടുത്തു. അങ്ങനെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ഞാൻ അത്രയും ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ കയറി തേരൊക്കെ വലിച്ചിരുന്നു കേട്ടോ. അങ്ങനെ തേര് വലിക്കാനൊക്കെ നിന്നിരുന്നു. അങ്ങനെ രാവിലെയാണ് ഒരുപാട് തിരക്ക് എനിക്ക് ഫീൽ ചെയ്തത്. പൊതുവേ ഈവനിങ് കഴിഞ്ഞ വർഷത്തെ എൻ്റെ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈവനിങ് ആണ് ഒരുപാട് തിരക്ക് കണ്ടിരുന്നത്. ഇത്തവണ നേരെ തിരിച്ചായ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത്. വെയിലാണല്ലോ, ഉച്ചയ്ക്കൊന്നും പുറത്തോട്ടൊന്നും പോയില്ല. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് റെഡിയായിട്ട് വീണ്ടും ഞങ്ങൾ കൽപ്പാത്തിക്ക് പോവാം. സംഗമം കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. പൊതുവേ സംഗമം ഉള്ള സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. പക്ഷെ അത്രയധികം തിരക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ മേ ബി എന്തെങ്കിലും കൺട്രോളിംഗ് ഒക്കെ പോലീസൊക്കെ ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ എന്ത് പോയാലും കമ്മൽ വാങ്ങിക്കുക, ഇതന്നെ എൻ്റെ പണി കേട്ടോ. കമ്മൽ, വള അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ എത്തിയതും രഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കാൻ വേണ്ടിയൊക്കെ സ്റ്റാർട്ടിങ് ഓൾറെഡി ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നിന്ന ശേഷം ഇത് ശ്രീകൃഷ്ണൻ്റെ രഥമാണ് കേട്ടോ, പഴയ കൽപ്പാത്തിയത്തെ. എനിക്ക് ഈ ഒരു 6 രഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രീകൃഷ്ണൻ്റെ രഥമാണ്. കാരണം ശ്രീകൃഷ്ണൻ ഇങ്ങനെ ആടിയല്ലേ പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ശ്രീകൃഷ്ണൻ്റെ രഥമാണ് ഇങ്ങനെ ആടി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത്തവണ സംഗമം ഇങ്ങനെ 4 എണ്ണമായിട്ടേ കാണാൻ വേണ്ടി എനിക്ക് പറ്റിയുള്ളൂ കേട്ടോ. 5 എണ്ണമായിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. അത് പെട്ടെന്ന് അങ്ങോട്ട് പോയത് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അതിലെനിക്ക് ചെറിയ സങ്കടമൊക്കെ ആയിട്ടോ. 4 എണ്ണം 5 എണ്ണം ഒരുമിച്ച് കാണാൻ പറ്റാത്തതിൽ. ഈ സൈഡ് നിന്നവരൊന്നും കണ്ടിട്ടില്ല കേട്ടോ. 5 എണ്ണം 4 എണ്ണമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ അവിടെ സേവാഭാരതിയുടെ ഇങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്താ പറയുക, മോരും വെള്ളവും ഒക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്താണ് കയറി നിന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരക്കില്ലാതെ അതിൻ്റെ അകത്ത് സേഫായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ശ്രീകൃഷ്ണൻ്റെ രഥം. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നത് 5 തേര് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ. എല്ലാ കൊല്ലവും ഞാൻ കാണുന്നതാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വിഷമമൊക്കെ വന്നപ്പോൾ ഞാൻ കായ് വിടുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോകുന്ന മുമ്പും വീണ്ടും വളയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചെത്തി കേട്ടോ. സോ ഇതാണ് എൻ്റെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.